ും ഇസ്ലാമിക നേതൃത്വമാണ്. ആരാധനാപരമായ ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സംസ്കാര രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ, മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല. അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്യമാണ്. സഹോദരങ്ങളെ, ചോദ്യം നിങ്ങൾ തന്നെ കേട്ടല്ലോ. നേർക്ക് നേരെ ചോദിക്കണമെന്ന് പ്രവാചകന്റെ സഹാബത്ത് പ്രവാചകന്റെ പള്ളിയിലെത്തിയാൽ ഒരു നേതൃത്വവും, പള്ളിക്ക് പുറത്തിറങ്ങിയാൽ അബൂജഹലിന്റെ നേതൃത്വവും സ്വീകരിച്ചിരുന്നോ? ഉണ്ടോ? ഇതെന്തിനാ മുജാഹിദുകളോടും അല്ലെങ്കിൽ ജമാഅത്തുകാരല്ലാത്തവരോടൊക്കെ ചോദിച്ചത്? എന്തിനാ ചോദിച്ചത്? ചോദിച്ച മറ്റൊന്നിനല്ല. കാരണം എന്താ? നിങ്ങൾ പള്ളിയിൽ ഒരു ഇമാമ്, പുറത്തിറങ്ങിയാൽ ഒരു രാഷ്ട്രീയ നേതാവ്, അങ്ങനെ രണ്ട് നിലക്കല്ലേ, രണ്ട് നേതൃത്വല്ലേ നിങ്ങൾക്കുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ചോദ്യം ചോദിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ആത്മാർത്ഥതയോടെയാണോ ഈ ചോദ്യം ചോദിച്ചത്? ആ ചോദ്യത്തിന്റെ സത്യസന്ധത നിർത്താൻ ജമാഅത്തുകാർക്ക് സാധിച്ചോ? ഇല്ല. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമി കുറെ കാലം ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ മുന്നോട്ട് പോയി. അവസാനം അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അതിനൊരു യുവജന വിഭാഗം ഉണ്ടാക്കി.